അപ്പോഴേ ഏത്തപ്പഴം ഇതുപോലെ ഇങ്ങനെ കുത്തി ചതച്ചിട്ട് അതിലേക്ക് കുറച്ച് മുളക് പൊടി ഉപ്പൊക്കെ ഇട്ട് നമുക്ക് കഴിച്ചാലോ. ഇന്ന് നമ്മളൊരു അടിപൊളി ബനാന ചിപ്സിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഹെൽത്തി കോൺഷ്യസ് ആയിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്തോളൂ. ഞാനിവിടെ 3 ഏത്തപ്പഴമാണ് എടുത്തിട്ടുള്ളത്. അധികം പഴുക്കാത്ത ഏത്തപ്പഴമാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. കുറച്ച് കനത്തിൽ തന്നെ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. നല്ല ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇത് ഫ്രൈ ചെയ്തിട്ട് എടുക്കുക. എണ്ണ നന്നായി ചൂടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്യുക. കരിഞ്ഞു പോവാതെ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള ഏത്തപ്പഴം ഇതുപോലെ ഒന്നിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ആ ഏത്തപ്പഴം ഒന്ന് പരന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്കിത് ഒന്നും കൂടെ ഫ്രൈ ചെയ്യേണ്ടതുണ്ട് കേട്ടോ. ഇനി രണ്ടാമത് നമ്മൾ ഫ്രൈ ചെയ്യുമ്പോഴാണ് ഈ ഏത്തപ്പഴത്തിൻ്റെ ചിപ്സ് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുക. നന്നായിട്ട് രണ്ട് പുറവും നല്ല ക്രിസ്പി ആയി വരുന്നത് വരെ നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇത് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. ഇനി നമുക്കത് കോരി മാറ്റിയതിന് ശേഷം അതിലേക്ക് കുറച്ച് മുളക് പൊടിയും കുറച്ച് ഉപ്പും ചേർത്ത് കൊടുക്കുക. കായപ്പൊടി ഉണ്ടെങ്കിൽ ഇത്തിരി കായപ്പൊടിയും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. നല്ല ക്രിസ്പി ആയിരിക്കുന്ന ഒരു ബനാന ചിപ്സാണ്. എല്ലാവരും ട്രൈ ചെയ്യണേ. വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ഫോളോ ചെയ്യണം.